സിനിമാ മേഖലയിൽ സമഗ്ര വനിതാ നയമുണ്ടാകുമെന്ന പ്രതീക്ഷയുള്ളതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. സിനിമാ മേഖലയിൽ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കാൻ മുൻകൈയെടുത്തത് സാംസ്കാരിക വകുപ്പാണ് എന്നും സതീദേവി പറഞ്ഞു. വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച സംസ്ഥാന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീദേവി. തൊഴിലിടത്തിലെ സ്ത്രീ എന്ന പേരിലാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്ന വിവേചനങ്ങൾ, നിലവിലെ സാഹചര്യത്തിൽ വന്ന ചെറുത്തുനിൽപ്പുകൾ എല്ലാം സെമിനാറിൽ ചർച്ചയായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ സിനിമാ മേഖലയും അവിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനവും സെമിനാറിൽ ചർച്ചയായി. ഒരു സമഗ്ര വനിതാ നയം നമ്മുടെ സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. സിനിമ എന്ന കലയുടെ ഉള്ളടക്കത്തെ സ്ത്രീവിരുദ്ധത കീഴ്പ്പെടുത്തുന്നുണ്ടോ എന്ന ചർച്ചകൾ ഉയരുന്നതായും സിനിമാ മേഖലയിൽ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കാൻ മുൻകൈയെടുത്തത് സാംസ്കാരിക വകുപ്പാണെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി സതീദേവി വ്യക്തമാക്കി. ഈ സമൂഹത്തിൽ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ചിന്താഗതികൾ നടമാടുന്നു എന്ന് വരുമ്പോൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ, പൊതു ഇടങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, യാത്രാവേളകളിലെല്ലാം ആ സ്ത്രീ വിരുദ്ധതയുടേതായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തൊഴിലിടങ്ങളിലും ഒട്ടേറെ സ്ത്രീവിരുദ്ധ പ്രവണതകൾ കടന്നു വരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന മറ്റെല്ലാ മേഖലകളിലും തൊഴിലിടത്തിലെ സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും പരിരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല കൂടി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് ഏറ്റെടുക്കാൻ ഈ സെമിനാർ പ്രചോദനമാവട്ടെ. സെമിനാറിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീഡർ കെ പ്രീത വിഷയം അവതരിപ്പിച്ചു. ദീദി ദാമോദരൻ, കെ അജിത, ടി കെ ആനന്ദി, വിജി, വി പി സുഹാറ, അഡ്വക്കേറ്റ് പി എം ആതിര എന്നിവർ വിഷയത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം, കമ്മീഷൻ ലോ ഓഫീസർ കെ ചന്ദ്രശോഭ എന്നിവർ പങ്കെടുത്തു. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് നിരവധി സ്ത്രീകളാണ് സെമിനാറിൽ പങ്കാളികളായത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.